ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറ മേളത്തിൽ മേളപ്രമാണിയായി കൊട്ടിക്കയറി നടൻ ജയറാം. 151ലധികം വാദ്യ കലാകാരന്മാരാണ് ജയറാമിനൊപ്പം അണിനിരുന്നത്. ഇത് 12ാം തവണയാണ് ജയറാം പവിഴമല്ലിത്തറ മേളത്തിൽ പ്രമാണിയാകുന്നത്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായാണ് പവിഴമല്ലിത്തറ മേളം നടക്കുന്നത്. 3 മണിക്കൂറോളം നീണ്ടു നിന്നതായിരുന്നു മേളം. നടൻ ജയറാമിന്റെ പ്രമാണിത്വത്തിൽ 12ാം വർഷമാണ് പവിഴമല്ലിത്തറ മേളം നടക്കുന്നത്. ഇത്തവണ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ മക്കളായ ശ്രീരാജും ശ്രീകാന്തും ജയറാമിനൊപ്പം ഉണ്ടായിരുന്നു. 12ാമത്തെ പ്രാവശ്യം ഒരു മേള പ്രമാണി സ്ഥാനത്ത് നിന്നുകൊണ്ട് ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ ഈ പവിഴമല്ലിയുടെ ചോട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അതൊരു വലിയ മഹാഭാഗ്യം. അതും 12ാമത്തെ പ്രാവശ്യമാണ് ഇപ്രാവശ്യം പവിഴമല്ലിത്തറ മേളവുമായിട്ട് ഈ നടയിൽ നിൽക്കുന്നത്. ഇപ്രാവശ്യത്തെ സന്തോഷം പല കാരണങ്ങൾ കൊണ്ട് ഒരുപാടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷവും എൻ്റെ കൂടെ സഹകരിച്ച് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ, ഈ 11 വർഷവും എന്നോടൊപ്പം ഇവിടെ നിന്നിട്ടുള്ള കലാകാരന്മാർ, എല്ലാവർക്കും നന്ദിയും കടപ്പാടുകളും എല്ലാം പറയുന്നു. ഈ സമയത്ത് ഇപ്രാവശ്യം എൻ്റെ ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യമാണ് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് മേളം കണ്ട് അനുഗ്രഹിച്ച് പോകാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാജും ശ്രീകാന്തും എൻ്റെ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടുമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, മുൻപിൽ നിൽക്കുന്ന 11 ഉരുട്ട് ചെണ്ടകളും എൻ്റെ കൂടെ നിൽക്കുന്ന 17 പേരും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രമാണ സ്ഥാനത്ത് കൊട്ടുന്നവരാണ്. ഇലത്താളത്തിലായാലും കൊമ്പിലായാലും കുഴലിലായാലും നിൽക്കുന്നവരെല്ലാം. ചോറ്റാനിക്കര ഭഗവതി ശീവേലിയുമായി എഴുന്നള്ളി നിൽക്കുന്ന സമയത്താണ് 2 മണിക്കൂറോളം നീളുന്ന മേളം ആരംഭിച്ചത്. 100 കണക്കിന് ആളുകളാണ് ദുർഗാഷ്ടമി നാളിൽ ക്ഷേത്രത്തിൽ എത്തിയത്. മേളം കൂടിക്കണ്ടാണ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.